ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കാൻ എനിത്തിങ് അപ്പം ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഫ്ലഡ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാശനഷ്ടങ്ങൾ, വളരെയധികം നാശനഷ്ടങ്ങളാണ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും 2 സംസ്ഥാനങ്ങളിലുമായിട്ട് ഉണ്ടായിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലുമായിട്ട് ഏകദേശം 27 പേരോളം ഇതുവരെ മരണമടഞ്ഞുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതായത് തെലുങ്കാനയിൽ നിന്ന് 15 പേരും ആന്ധ്രാപ്രദേശിൽ നിന്നും 12 പേരുമാണ് വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞത്. 3 ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയാണ് ഇതിന് എല്ലാം കാരണം. പല ഗ്രാമപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. തെലുങ്കാനയിൽ നിന്ന് ഏകദേശം 109ഓളം ഗ്രാമപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ നിന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം 140 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. 2 സംസ്ഥാനങ്ങളിലേക്കുമുള്ള 140 ട്രെയിനുകളോളം റദ്ദാക്കിയതുകൊണ്ട് ഏകദേശം 6000-ത്തിലധികം യാത്രക്കാരാണ് ഇത് കുടുങ്ങിപ്പോയിരിക്കുന്നത്. അതോടൊപ്പം ഏകദേശം 17,000 പേരെ മാറ്റിപ്പാർപ്പിച്ചതായും അതോടൊപ്പം ഏകദേശം 109 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് 17,000-ത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. പല നദികളും കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം. അതായത് പ്രധാന നദികളായ കൃഷ്ണ, ഗോദാവരി, പെണ്ണാർ എന്നീ നദികളെല്ലാം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതോടൊപ്പം ഈ നദികളുടെയൊക്കെ പോഷക നദികളും എല്ലാം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്നത്. തുടർച്ചയായ അതിശക്തമായ മഴയായിരുന്നു ഞായറാഴ്ച ഇവിടെ പെയ്തത്. അതോടൊപ്പം ആന്ധ്രാപ്രദേശിലെ വിജയവാഡ നഗരം പകുതിയും വെള്ളത്തിലടിയിലാണ്. വിജയവാഡ നഗരം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. കറണ്ട് ഇല്ലാതെ, ഇൻ്റർനെറ്റ് ഇല്ലാതെ, ഭക്ഷണം അതായത് ആഹാര സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ വിജയവാഡ നഗരപ്രദേശവും അവിടുത്തെ ജനങ്ങളും വൻ ദുരിതത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം അമിത്ഷായും 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട്, അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ചന്ദ്രബാബു നായിഡുവും തെലുങ്കാനയുടെ രേവന്ത് റെഡ്ഡിയും 2 മുഖ്യമന്ത്രിമാരുമായിട്ടും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതോടൊപ്പം നാവികസേനാംഗങ്ങളെല്ലാം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. മരണസംഖ്യ ഇനിയും കൂടിയേക്കാമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. പല നദികളും കരകവിഞ്ഞൊഴുകിനെ തുടർന്നാണ്. പ്രത്യേകിച്ച് വിജയവാഡയ്ക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, വിജയവാഡയ്ക്ക് സമീപമുള്ള നദിയായ ബുഡമേന നദി കരകവിഞ്ഞൊഴുകിയെ തുടർന്നാണ് നഗരത്തിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള, നഗരം ഒറ്റപ്പെടുവാനുമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് വെള്ളത്തെ തുടർന്ന്. അങ്ങനെ ഇപ്പോൾ ഗുജറാത്തിൽ ഫ്ലഡ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഇത് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രളയഭീതി അല്ലെങ്കിൽ പ്രളയം ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെ ഇങ്ങനെ മാറി ബാധിക്കുകയാണ്. ഫസ്റ്റ് കേരളത്തിൽ വയനാട്ടിലായിരുന്നു, പിന്നീട് ഇതിപ്പോൾ ഗുജറാത്തിൽ, അതിനുശേഷം ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ, തെലുങ്കാനയിൽ ഇങ്ങനെ പ്രളയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്രാപ്രദേശും തെലുങ്കാന, അതായത് 2 സംസ്ഥാനങ്ങളിലെ പ്രളയത്തെക്കുറിച്ച് അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളിലെ ഫ്ലഡിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും വലിയ ഫ്ലഡ് ഉണ്ടായിരിക്കുന്ന 2009-ലാണ്. അന്ന് തെലുങ്കാന ഇല്ല, ആന്ധ്രാപ്രദേശ് മാത്രമായിരുന്നു. അന്ന് തെലുങ്കാന രൂപീകരിച്ചിട്ടില്ല. 2009 ഏകദേശം 13 ദശലക്ഷത്തിലധികം ആളുകളെയാണ് അന്നത്തെ വെള്ളപ്പൊക്കം വ്യാപിച്ചതെന്ന് പറയാം. അതോടൊപ്പം ചരിത്രം വീണ്ടും പരിശോധിക്കുമ്പോൾ 2016 പ്രളയത്തിൽ ഏകദേശം അവിടെ ഒരു 17 പേരോളം അവിടെ മരണമടഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ പ്രളയം എന്ന് പറയുന്നത് 2009-ലുണ്ടായ ഒരു പ്രളയം, അതായത് ഏകദേശം 13 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിച്ച ഒരു പ്രളയമാണ് ചരിത്രം നോക്കുമ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയം എന്ന് പറയുന്നത്. അന്ന് തെലുങ്കാന സംസ്ഥാനമില്ല, ആന്ധ്രാപ്രദേശ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് വിഭജിച്ചതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശും തെലുങ്കാനയിലും 2 സംസ്ഥാനങ്ങളിലും നല്ല രീതിയിലാണ് ഈ പ്രളയം ബാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഹൈദരാബാദിലേക്ക് ആണെങ്കിലും വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തുകൊണ്ട് കൂടുതലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 27 പേരോളമാണ് ഇതുവരെയും മരിച്ചത്. ഇനിയും മരണസംഖ്യ കൂടിയേക്കാമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.